നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലെ 5ാം മത്സരത്തിനും നിരാശപ്പെടുത്തി സഞ്ജു സാംസൺ. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്കു മുന്നിൽ സഞ്ജുവിന്റെ ആദ്യ അന്താരാഷ്ട്ര മത്സരമായിരുന്നു ഇത്. എന്നാൽ വെറും 6 പന്തിൽ വെറും 6 റൺസ് മാത്രം നേടി സഞ്ജു പുറത്താവുകയായിരുന്നു. പരമ്പരയിൽ ഇതോടെ താരം സമ്പൂർണ്ണ പരാജയമായി. 5 മത്സരങ്ങളിൽ നിന്നായി 9.20 എന്ന മോശം ശരാശരിയിൽ വെറും 46 റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. ഫെബ്രുവരി 7-ാം തീയതി T20 ലോകകപ്പിന് തുടക്കമാകാനിരിക്കെ പ്ലേയിങ് 11-ലെ സഞ്ജുവിന്റെ സ്ഥാനം പോലും ഇതോടെ ചോദ്യചിഹ്നമായിരിക്കുകയാണ്. സഞ്ജുവിന്റെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ലോകകപ്പ് ടീമിലുള്ള ഈശാൻ കിഷനാകട്ടെ 5ാം മത്സരത്തിലടക്കം തകർപ്പൻ പ്രകടനമാണ് നടത്തുന്നത്. റായ്പൂരിൽ നടന്ന 2ാം T20-യിൽ 32 പന്തിൽ നിന്ന് 76 റൺസ് നേടി കിഷൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 2ാം മത്സരത്തിൽ കിവീസ് ഉയർത്തിയ 209 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഇന്ത്യയുടെ തുടക്കത്തിൽ തന്നെ സഞ്ജുവിന്റെയും അഭിഷേക് ശർമ്മയുടെയും വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് ഈശാൻ കിഷൻ ക്രീസിലെത്തി കിവീസ് ബൗളർമാരെ കടന്നാക്രമിച്ചത്. ഇഷാന്റെ വെടിക്കെട്ടാണ് ഇന്ത്യൻ ഇന്നിംഗ്സ് ട്രാക്കിലാക്കിയതും 15.2 ഓവറിൽ ടീമിനെ വിജയത്തിലെത്തിച്ചതും. ഇതോടെ ലോകകപ്പിൽ സഞ്ജുവിന് പകരം ഇഷാൻ കളിക്കാനുള്ള സാധ്യതയും മേറി. കാര്യവട്ടത്തും സമ്മർദ്ദം തന്നെയാണ് സഞ്ജുവിന് വിനയായത്. താരത്തിന്റെ ശരീരഭാഷയിൽ തന്നെ അത് പ്രകടമായിരുന്നു. ആദ്യ 4 മത്സരത്തിലെ മോശം പ്രകടനവും സ്വന്തം നാട്ടുകാർക്കു മുന്നിൽ ആദ്യ മത്സരവും സഞ്ജുവിൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു എന്നുവേണം മനസ്സിലാക്കാൻ. ഓപ്പണിംഗിൽ സഞ്ജുവിന് പകരം വന്ന ശുഭ്മാൻ ഗിൽ തുടർച്ചയായി പരാജയപ്പെട്ടതോടെയാണ് അദ്ദേഹത്തെ മാറ്റി ലോകകപ്പ് ടീമിലടക്കം സഞ്ജുവിനെ ഓപ്പണറായി ടീമിലെടുത്തത്. ഇഷാൻ കിഷനെ ബാക്കപ്പായി പരിക്കേറ്റ തിലക് വർമ്മ തിരിച്ചെത്തുമ്പോൾ ഇതോടെ സ്വാഭാവികമായും സ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്നത് സഞ്ജുവിന് തന്നെയായിരിക്കും. ഓപ്പണിംഗിൽ അഭിഷേകിനൊപ്പം ഇഷാൻ ഇറങ്ങാനാണ് നിലവിലെ ഫോം അനുസരിച്ച് സാധ്യത. സഞ്ജു ടീമിലേക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.